എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ ആടി മാസത്തിലെ സ്പെഷ്യലായിട്ടുള്ള കൂഴ് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് വേഗം കാണിക്കുന്നുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കാനായിട്ട് 2-3 ദിവസം വേണം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. കൂഴുണ്ടാക്കി പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് കഴിക്കുന്നത്. എൻ്റെ തമിഴ് എല്ലാവരും കുറച്ചൊന്ന് സഹിക്കേണ്ടി വരുവേ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. കൂളിപ്പോൾ നാളെയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അത് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ കൂളുണ്ടാക്കാനായിട്ട് വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കിലോ അരിസി പച്ചരിസി ഊര വെച്ചെടുക്കാം. എவ்வளோ നേരം ഊറും? 15 നിമിഷം. ഇത് റാഗിപ്പൊടി പുളിക്കാനായിട്ട് തലേ ദിവസം കലക്കി വെച്ചതാണ്. നേത്ത് മധ്യാഹ്നം റാഗി റാഗി മട്ടും മുഴുസ് അരക്കുന്നത് അരച്ചത് മുഴുസ എടുത്തിട്ട് അരക്കണം. ഇതിപ്പോ മാവ് വാങ്ങിട്ട് വന്നത് തണ്ണി ഊത്തിട്ട് ഒരു കിലോ പച്ചരിക്ക് 1 കിലോ റാഗിപ്പൊടി എന്നതാണ് കണക്ക്. ഇവിടെ പൊടികൾക്കെല്ലാത്തിനും മാവ് എന്നാ പറയാറ്. ഇങ്ങനെ പുളിച്ച മാവ് വെച്ചിട്ട് വേണം കൂളുണ്ടാക്കാനായിട്ട്. ഇനി അരി 1/4 ഭാഗം വന്ന ശേഷം വേണം ഇനി ഇത് ചേർത്ത് കൊടുക്കാൻ. വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊങ്കൽ ഉണ്ടാക്കാനെല്ലാം ഉപയോഗിക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കൊതിക്കണം. ഇനി ഈ അരി 1/4 ഭാഗം വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പച്ചരിക്ക് പകരം പൊടിയരി ഉപയോഗിച്ചിട്ടും കൂഴുണ്ടാക്കാവുന്നതാണ്. ആടിമാസത്തിലാണ് പ്രധാനമായിട്ടും വീടുകളിൽ കൂഴുണ്ടാക്കുന്നത്. ഇവിടെ ആടിമാസത്തിലെ ഏതെങ്കിലും ഒരു ഞായറാഴ്ചയാണ് കൂഴുത്തൽ നടത്തുന്നത്. ചിലയിടത്തൊക്കെ വെള്ളിയാഴ്ചയാണ് നടത്താറുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ അമ്പലങ്ങളിലും കൂഴുത്തൽ ഫംഗ്ഷൻ നടത്താറുണ്ട്. അത് പക്ഷേ കുറച്ചും കൂടി ഗ്രാൻഡായിട്ടായിരിക്കും. ആടിമാസം എന്ന് പറയുന്നത് തന്നെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ പ്രധാനമാണ്. കൂഴുത്തുന്ന ദിവസം നോൺ വെജ് ഉണ്ടാക്കും. അമ്മൻ കോവിലൊക്കെ ആണെങ്കിൽ ആടിനെയൊക്കെ വെട്ടാറുണ്ട്. എന്നിട്ട് കറിയാക്കിയിട്ട് കഴിക്കും. കറീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇവിടെ ഇറച്ചിക്കാണ് കറി എന്ന് പറയുന്നത്. സാമ്പാറിന് സാമ്പാർ എന്ന് പറയും. ബാക്കി എല്ലാ കറിക്കും കുഴമ്പ് എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ ആടിമാസം, അതായത് കർക്കിടക മാസത്തിൽ മുരിങ്ങയിലൊന്നും കഴിക്കൂല. പക്ഷെ ഇവിടെ ആടിമാസത്തിലാണ് മെയിനായിട്ട് അതെല്ലാം കഴിക്കുന്നത്. സ്ഥലം മാറുന്നതിന് ഓരോ വിശ്വാസങ്ങൾക്കും മാറ്റമുണ്ട്. അരി ഇനി കുറച്ചുകൂടി വേകാനുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അരി 1/4 ഭാഗം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ പുളിപ്പിച്ച് വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ മാവ് അരിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ കട്ട കെട്ടും. അതായത് ഇളക്കിയിട്ടില്ലെങ്കിൽ എല്ലാം ഒരുപോലെ വേകൂല. അതുകൊണ്ട് ഈ മാവ് വെന്ത് വരുന്നവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുറേ വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഈ സിമ്മിൽ വേണം വെക്കാൻ. ഇത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഇനി എത്ര വെള്ളം കൂടി ചേർക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് കുറേ വെള്ളം അടുത്ത് തന്നെ എടുത്ത് വെച്ചേക്കാം. കീഴ്വരക് എന്നാണ് തമിഴിൽ റാഗിക്ക് പറയുന്നത്. അതുപോലെ തന്നെ കമ്പും മിക്സ് ചെയ്തിട്ട് കൂളുണ്ടാക്കാറുണ്ട്. പേൾ മില്ലറ്റിനാണ് കമ്പ് എന്ന് പറയുന്നത്. ദേവിക്ക് നേദിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് കമ്പ് ചേർക്കുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ഇവിടെ തമിഴ്നാട്ടിൽ ചൂടുള്ള സമയത്തൊക്കെ കൂള് കഴിക്കാറുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ റോഡ് സൈഡിൽ പല സ്ഥലത്തും കൂഴുണ്ടാക്കിയിട്ട് വെക്കുന്നത് കാണാം. അതിങ്ങനെ ഒരു മൊന്തയിലാക്കിയിട്ടാണ് തരിക. ചൂടായി വരുന്നതന്നെ ഇതിങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പാകം എത്തുന്നവരെ നമ്മൾ വെള്ളം ചേർത്തുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അമ്മ പറഞ്ഞത് നമ്മളിപ്പോൾ 1 കിലോ പച്ചരിയും 1 കിലോ റാഗി മാവും എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വലിയ പാത്രം വേണം എടുക്കാൻ. മാവ് പൊന്തി വരും, അതുപോലെ വെള്ളം കുറേ ചേർക്കാനുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പാത്രം വേണം എടുക്കാൻ. ഈ റാഗിയിൽ കാൽസ്യം, അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തിൽ ഒരുപാട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ റാഗിയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. തമിഴ്നാട്ടിൽ കൂള് കുടിക്കുന്നത് ശരീരം തണുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേനൽക്കാലങ്ങളിലൊക്കെ റോഡ് സൈഡിൽ കൂഴ് വിൽക്കുന്നത് കാണാൻ പറ്റുന്നത്. സിമ്മിൽ വെക്കണം.
ഞാൻ അടി കുടിച്ചിടും. கட்டிக்கிட்டே இப்போ இதை வந்து நம்ம பார்த்தோம்னா இது கையில் ஒட்டவே கூடாது. அப்போ வந்து வெந்துருச்சு மாதிரி சரியா? அப்படி இருந்தால் அவ்வளோதான், ஓகே. அவ்வளோதான், முடிஞ்சிச்சு. ஒரு 5 நிமிஷம் கழிச்சு இறக்கி வச்சிட வேண்டியது. ஆறின பிறகு நாளைக்கு உப்பு போட்டு தண்ணி ஊற்றி வெங்காயம் தயிர். நாளைக்கு மறுபடியும் தண்ணி ஊற்றணும். தண்ணி ஊற்றி கரைக்கணும், அப்படியே சாப்பிட முடியாதுல்ல. ஓ, இந்த மாதிரி இருக்காது. இப்போ தண்ணியாக தான் இருக்கு, நாளைக்கு கட்டியாடும். எதுக்கு இந்த ராகி புளிக்க வைக்கிறோம்? புளிச்சாதான் கூட ஆகும், இல்லைன்னா அது எப்படி சொல்கிறது, இவ்வளோ ஆகாது, நிறைய கம்மியாக குளோ நல்லா இருக்காது, குளோ வராமல் அது மாதிரி கட்டி ஆகாது. மாவு அப்படியே எடுத்துட்டு தண்ணியில் கலத்து வச்சுடுவேன். அப்படியே தண்ணி ஊற்றி கரைச்சிடுவேன். அப்போ புளிச்சிடுவோம். புளிச்சிடுவோம். உப்பு போடுறது நாளைக்கு தான், அன்னைக்கு உப்பே கிடையாது. எவ்வளோ வேணுமோ எடுத்து போட்டு உப்பு போட்டு நாளைக்கு கரைச்சிடுவேன். இப்போ மாவு அந்த ராகி வாங்கிட்டு வந்து அரைக்கணும்னா வாங்கிட்டு கழுவி காய வச்சு, காய வச்சுட்டு தான் இருக்கணும். ஊற வச்சுட்டு அரைக்க அந்த மாதிரி இல்லை. அதாவது நல்லா வராது. நம்ம கோதுமை எப்படி அரைக்க முடியல, அதே போல கழுவி காய வச்சு பொடி பண்ணிட்டு இந்த மாதிரி பண்ணணும். இது ராகி மாவு எப்படி அது பேக்கெட்ல கிடைக்குமா? பாக்கெட்ல இருக்கு, ரெடிமேட் இருக்கு. ஃபர்ஸ்ட் எல்லாம் இல்ல, வாங்கி அதை கழுவி காய வச்சு திருப்பி அரைச்சி இப்போ ரெடிமேடா இருக்கு. தோசைக்கு இருக்கு, கூழுக்கு இருக்கு, அல்லது ஒரு மிக்சடா இருக்கு. கம்பு கம்பு இது ராகி ரெண்டும் கலந்து மாதிரி பொடியில் இருக்கு. அது கூட நல்லா இருக்கும். சாமிக்குன்றதுனால கம்பு ராகி மட்டும் ஓ, சாமிக்கு அந்த மாதிரி இருக்கு. அப்போ வந்து அப்படியே அந்த காலத்துல இருந்து அப்படியே பண்ணி பழகிடுச்சு. ഇത് ഡെയിലി പോടുന്ന കോലമോ ഇല്ലെന്നാ നാളേക്ക്? എനിക്ക് ഈ കോലം ഇടുന്ന കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ച്. ഇതിപ്പോൾ തലേദിവസം ഇടുന്ന കോലമാണ്, നാളെ വേറെ കോലമുണ്ട്. അതുപോലെ തന്നെ കൂളൂത്തുന്ന ദിവസം വീടൊക്കെ വൃത്തിയാക്കി പൂജാമുറിയൊക്കെ വൃത്തിയാക്കി വെക്കും. കൂഴുണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് സ്വാമി കുമ്പിടുന്നത്. അപ്പോൾ ഇനി നാളത്തെ പൂജേൻ്റെ കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ കൂഴൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂഴിൻ്റെ കൂടെ അരിയുണ്ടിയുണ്ട്, അതുപോലെ തന്നെ കരുവാട് കുഴമ്പുണ്ട്, അതായത് ഉണക്കമീൻ കറിയുണ്ട്, പിന്നെ മുരിങ്ങയില തോരനുണ്ട്. കൂഴിനകത്തിൽ സവാളയും തൈരൊക്കെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പിലയും മാവിലയും കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയിട്ട് കലത്തിന് ചുറ്റും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ തേങ്ങ ഉടച്ചിട്ട് പൂജ തുടങ്ങാൻ പോവാണ്. ഈ കൂളുത്തുന്ന ചടങ്ങ് നടന്നത് ദിനേശ്, സംഗീത എന്നിവരുടെ വീട്ടിലാണ്. അവരുടെ രണ്ടുപേരുടെയും അമ്മമാരെയും സഹോദരിമാരെയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇവർ മാത്രമല്ല, വേറെയും കുറച്ച് ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ എൻ്റെ 2 മക്കളെയും കാണാം. തമിഴ്നാട്ടിൽ എല്ലാവരുടെ വീട്ടിലൊന്നും കൂളുത്താറില്ല, അതുപോലെ തന്നെ ചില വീട്ടിൽ ഇങ്ങനെ ഗ്രാൻഡായിട്ടൊക്കെ കഴിക്കാറുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ പൊങ്കാല ഇടുന്ന ചടങ്ങ് വെക്കൂലേ, അതുപോലെയാണ് ഇവിടെ കൂഴുത്തുന്ന ചടങ്ങ് വെക്കുന്നത്. ഇന്നലെ കൂഴുണ്ടാക്കിയും ഇന്ന് രാവിലെ പൊങ്കാല ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. ചക്കരപ്പൊങ്കലും വെൺപൊങ്കലും ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞത് ഇന്നിനി വേറെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഈ കൂഴും ശർക്കര പൊങ്കലും വെൺപൊങ്കലൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ.
നമ്മൾ മലയാളികളും ഇതൊക്കെ കഴിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ പിന്നെയും കുറേ മില്ലറ്റ്സൊക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. റാഗീൻ്റെയും കമ്പിൻ്റെയും ഒക്കെ പൊടികൾ നാട്ടിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ ഫുള്ള് മഴയായതുകൊണ്ട് നല്ല തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും കഴിക്കണ്ട. അല്ലാണ്ട് ചൂടുള്ള സമയത്ത് ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. റാഗി വെച്ചിട്ടും കമ്പ് വെച്ചിട്ടൊക്കെയുള്ള കുറേ റെസിപ്പികൾ തമിഴ്നാട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ പിന്നെ ഒരു ദിവസം ട്രൈ ചെയ്യാം. പുറത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഇനി അകത്ത് പോയിട്ടാണ് ഇനി ബാക്കി പൂജയെല്ലാം. அது பொங்கல் சொல்லுவோம். അഞ്ചലകളിലായിട്ട് കൂഴും കരുവാട് കുഴമ്പും പൊരിയലും പൊങ്കലും ഒക്കെ വെച്ചിട്ടുണ്ട്. കൂടുതൽ ശർക്കര പൊങ്കലും വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കൂഴ് കുടിക്കാൻ പോവാണ്. തൈര് ചേർത്തോണ്ട് തന്നെ കൂഴിന് ചെറിയ പുളിയൊക്കെ ഉണ്ടാവും. ചിലരിനകത്ത് മാങ്ങയൊക്കെ ഇടും. അതുപോലെ തന്നെ ചിലപ്പം സൈഡ് ഡിഷായിട്ട് അച്ചാറൊക്കെ ഉണ്ടാവാറുണ്ട്. കൂഴിൻ്റെ കൂടെ ഈ കരുവാട്ടുകുഴമ്പ് കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ കൂഴിൻ്റെ പുളിയും കറീൻ്റെ എരിവും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇടയ്ക്ക് ആ ഉള്ളി കടിക്കുമ്പോഴുള്ള ഒരു ക്രഞ്ച് നല്ല ടേസ്റ്റാണ്. ആദ്യമൊക്കെ ചക്കരപ്പൊങ്കൽ മതി എന്ന് പറഞ്ഞിട്ട് അവളതേ കഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആടി മാസത്തിൽ കുടിക്கிறாங்க ஆடி மாசத்துல மடிச்சா இப்போ வந்து அம்மனுக்கு ரொம்ப பரவிட்டு காலம். மெயினாக கூழ் குடிக்கிறது உடம்போட ஹீட்டை கம்மி பண்ணதுக்கு. அது வாரத்தில் இல்லை மாசத்தில் ஒரு வாட்டி தானே குடிக்கிறேன். இந்த மாதம் மட்டும் ஸ்பெஷல். அது ஏன்